ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമയും വിട്ടുമാറാത്ത കഫക്കെട്ടും കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുകയാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നെഞ്ചിലും തലയിലും ഒക്കെ അടിഞ്ഞുകൂടി നിൽക്കുന്ന കഫം വേരോടെ ഇളക്കി കഴിയാൻ ഒരു കിടിലം ഒറ്റമൂലിയാണിത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രയോജനമാകും പറ്റും വിധമാണ് ഇത്. നാച്ചുറലാണ്, 100% നാച്ചുറലായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണിത്. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചെറുനാരങ്ങയും ഒരു വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിൽ വേറെയും 3 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്താൽ നമുക്ക് ഒറ്റമൂലി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു ചെറുനാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇഞ്ചി ചതച്ചതും ചേർക്കണം. എത്ര പഴകിയ കഫായാലും നെഞ്ചിൽ നിന്ന് ഇളക്കി കഴിയാൻ ഇഞ്ചിക്ക് കഴിവുണ്ട്. ഇഞ്ചിയും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി കൂടി ഇതിലിട്ട് ചേർക്കണം, ചതച്ചത് ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നാരങ്ങയും കൂടി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ, വെള്ളം ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. നാരങ്ങയും ചെറുതായിട്ട് മുറിച്ച് വെച്ച നാരങ്ങയും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ 3 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തണം കേട്ടോ. ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. എന്നാലേ ഉള്ളൂ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നാരങ്ങയുടെയും ഒക്കെ സത്ത് അതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അത് നമ്മൾ നാച്ചുറലായിട്ട് പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. പാക്കറ്റ് പൊടിയുടെയൊക്കെയും നല്ലത്, ഉത്തമമായത് നമ്മൾ നാച്ചുറലായിട്ട് ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നല്ല ഗുണം ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് അടച്ച് വെച്ച് നല്ലോണം തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അത് അതിൽ തന്നെ കിടന്ന് അതിൻ്റെ സത്തുകളൊക്കെ നന്നായിട്ട് ഇറങ്ങി നന്നായിട്ട് യോജിക്കട്ടെ. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ചെടുക്കണം. നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ കുരുമുളക് പൊടി ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഡെയിലി ഇത് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. കഫമൊക്കെ നന്നായിട്ട് ഇളകിപ്പോകുന്നത് നമുക്ക് തന്നെ മനസ്സിലാവും. ഇത് ഡെയിലി ഒരു ഗ്ലാസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് 3 നേരം കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ തുടർച്ചയായിട്ട് 2-3 ദിവസം കുടിച്ചാൽ നെഞ്ചിലുള്ള കഫമൊക്കെ ഇളകിപ്പോകുന്നത് കാണാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.